എനിക്ക് മനസ്സിലാവുന്നു. നിന്റെ മനസ്സ് ഗ്രന്ഥവരികൾ പോലെ എനിക്ക് കാണാൻ കഴിയുന്നു. നിന്റെ പ്രായത്തിൽ അകലെ നിന്ന് ഒന്ന് കാണാൻ കഴിഞ്ഞാൽ ആ ദിവസം ധന്യം. കൂട്ടത്തിൽ നിൽക്കുന്ന എൻ്റെ മുഖത്ത് ഒരു നിമിഷം കൂടുതൽ കണ്ണുകൾ തങ്ങി നിന്നാൽ സായുജ്യം. ഒരമ്മയ്ക്ക് മകളോട് ഈ വ്യഥം പറയാനാകുമോ എന്ന സന്ദേഹത്തിന് പ്രസക്തിയില്ലാത്ത വിധമാണ് വൈശാലിയിലെ മാലിനി മകളോട് തൻ്റെ മനസ്സ് തുറക്കുന്നത്. മാലിനി ലോമപാത മഹാരാജാവിനെ ഇപ്പോഴും ആരാധനാപൂർവ്വം പ്രണയിക്കുന്നു എന്നത് സാരഗർഭമായി ടി വാസുദേവൻ നായർ എന്ന മലയാളം കണ്ട എക്കാലത്തെയും വലിയ തിരക്കഥാകാരൻ ആവിഷ്കരിച്ചത് എങ്ങനെയെന്ന് ശ്രദ്ധിച്ചാൽ ആ കൈയടക്കത്തെ അഭിവാദനം ചെയ്യാതിരിക്കാനാവില്ല. അക്കാലം എഴുത്തുകാരനായി തിളങ്ങി നിൽക്കുമ്പോൾ തന്നെ 1965 ഡിസംബർ 24 വെള്ളിയാഴ്ച തിയേറ്ററുകളിൽ എത്തിയ മുറപ്പെണ്ണിൻ്റെ കഥയും തിരക്കഥയും സംഭാഷണവും എഴുതി ചലച്ചിത്രരംഗത്തേക്ക് കടന്ന ടി അക്ഷരാർത്ഥത്തിൽ അവിടെ പൊന്നുവിളയിക്കുകയായിരുന്നു. തിരക്കഥാരചനയ്ക്ക് പുതിയൊരു മാനം നൽകിയ ആ എഴുത്തുകൾ പ്രേക്ഷകർക്ക് വളരെ വേഗം സ്വീകാര്യമായി. ചലച്ചിത്രത്തിന് ഒരു കഥ വേണം. കഥ ആദിമധ്യാന്തമുള്ളതാവാം, തലമുറകൾ പ്രത്യക്ഷപ്പെടുന്നതാവാം, ഒരു വ്യക്തിയുടെയോ ഒരു അന്തരീക്ഷത്തിൻ്റെയോ നിമിഷത്തിൻ്റെയോ ആവാം. നിമിഷത്തിൻ്റെ ചിറകിലെ പരാഗരേണു പോലെ, ചിലന്തി വലയെ വർണ്ണം പിടിപ്പിക്കുന്ന അന്തിക്കതിര് പോലെ അത്ര സൂക്ഷ്മവും ലോലവും ആവാം. പക്ഷേ അതും കഥ എന്ന വകുപ്പിൽപ്പെടുന്നു. അത് മീഡിയത്തിൻ്റെ ഘടകങ്ങൾ ഉപയോഗിച്ച് പറയുമ്പോൾ തിരക്കഥയാകുന്നു. ഇത്തരത്തിൽ തിരക്കഥാ സംഗീതത്തെക്കുറിച്ചുള്ള സ്വകീയ കാഴ്ചപ്പാട് പങ്കുവച്ച ടിയുടെ ചലച്ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ സാധൂകരിക്കുന്നവയായി. എല്ലാത്തിനും ഉപരിയായി മനുഷ്യത്വമാണ് ടിയുടെ തിരക്കഥയുടെ മുഖമുദ്ര. അസുരവിത്തിലെ ഗോവിന്ദൻകുട്ടിയും പഞ്ചാഗ്നിയിലെ ഇന്ദിരയും ആരണ്യകത്തിലെ അമ്മിണിയുമൊക്കെ മനുഷ്യപ്പറ്റ് എന്ന വിചാരവികാരത്തിൻ്റെ പതാകവാഹകരായി നമുക്ക് മുമ്പിൽ എപ്പോഴും ഉയർന്നു നിൽക്കുന്നത് ടിയിലെ അഗാധമായ മാനവിക ബോധത്താലാണ്. മുറപ്പെണ്ണിൽ അമ്മാവനായ കുഞ്ഞികൃഷ്ണമേനോന്റെ മകളും മുറപ്പെണ്ണുമായ ഭാഗി എന്ന ഭാഗീരഥിയും ബാലനും തമ്മിൽ വേർപിരിയാത്ത വിധം ഇഷ്ടത്തിലായിരുന്നു. അവളെ വിവാഹം കഴിക്കാനായുള്ള ബാലന്റെ ആഗ്രഹത്തിന് തുരങ്കം വെച്ച് അനുജൻ കേശവൻകുട്ടി ഭാഗിയെ തൻ്റേതാക്കുന്നത് അയാൾക്ക് നിസ്സഹായനായി കണ്ടു നിൽക്കേണ്ടി വരുന്നു. ഭാഗിയെ മാറ്റി നിർത്തി കേശവൻകുട്ടി മറ്റൊരു വിവാഹത്തിനൊരുങ്ങുമ്പോൾ ചലച്ചിത്രത്തിൽ വൈകാരികമായ അടുത്ത മുഹൂർത്തത്തിന് ഉടലെടുക്കുന്നു. ബാലനോട് അവൾക്ക് സഹതാപാർദ്ദമായ സ്നേഹമുണ്ടെങ്കിലും ഒടുവിൽ മനോസംഘർഷത്തിന്റെ ഒരു മുഴം കയറിൽ തൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്തത് നെഞ്ചു തകരുന്ന വേദനയോടെയാണ് മലയാളി കണ്ട് കണ്ണീരണിഞ്ഞത്. തിരസ്കരിക്കപ്പെട്ട ജീവിതമെഴുത്തിൻ്റെ കഥാകാരനാണ് ടി. ഇരുട്ടിൻ്റെ ആത്മാവ് കഥയായും ചലച്ചിത്രമായും മലയാളിയെ പിന്തുടരുന്നത് എഴുത്തിലെ ശക്തി സൗന്ദര്യത്താലാണ്. ഭ്രാന്തിൽ നിന്നും മുക്തനായി ഒരാൾ വേലായുധൻ വരുന്നത് താൻ സ്നേഹിച്ച പെണ്ണിനെ കാണാനാണ്. അവളും ഭ്രാന്തനെന്ന് കരുതി അലറി വിളിച്ചോടുമ്പോൾ ഭ്രാന്തില്ലാത്ത അവസ്ഥയേക്കാൾ നല്ലത് ഭ്രാന്തനാകുന്നതാണെന്ന് അയാൾക്ക് തോന്നിയത് അവിശ്വസനീയമല്ല. ഒരേ സമയം നായകനും പ്രതിനായകനുമായി അഭിനയ ചക്രവർത്തി സത്യൻ പകർന്നാടിയ ചലച്ചിത്രമായ പകൽക്കിനാവിൽ ജീവിതം ആഘോഷിക്കാനുള്ളതാണെന്ന് വിശ്വസിച്ച് ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്തൊരു യുവാവിൻ്റെ കഥയാണ് ടി പറഞ്ഞത്. കൂടുതൽ മെച്ചപ്പെട്ടൊരു ജീവിതം കൊതിച്ച് ഗ്രാമത്തിൽ നിന്നും മദ്രാസിലേക്ക് കുടിയേറിയ കുടുംബത്തിൻ്റെ കഥയായ നഗരമേ നന്ദിയിൽ നഗരജീവിതത്തിൻ്റെ ഒറ്റപ്പെടലും നിരാശാജന്യമായ വെറുപ്പുമൊക്കെ ചേരുന്ന രൂപപ്പെടുത്തിയ കടും നിറമാണുള്ളത്. നഗരവന്യത ഉപേക്ഷിച്ച് ഗ്രാമത്തിൻ്റെ സ്വച്ഛതയിലേക്കുള്ള ശേഷിച്ച കുടുംബത്തിൻ്റെ തിരികെ യാത്ര പ്രലോഭന സ്വഭാവിയായ നാഗരികതയെ തള്ളിക്കളയും വിധമാണ്. നഗ്നമായ സാമൂഹ്യ യാഥാർത്ഥ്യം തെളിച്ചുകാട്ടിയ തൻ്റെ തന്നെ നോവലിൻ്റെ ചലച്ചിത്ര രൂപാന്തരമായിരുന്നു എഴുത്തുകാരൻ അസുരവിത്തിലൂടെ നിർവഹിച്ചത്. മതത്തിൻ്റെ പേരിൽ കിഴക്കുമുറി എന്ന പാലക്കാടൻ ഗ്രാമത്തിൻ്റെ സാമൂഹികാന്തരീക്ഷം തകർക്കുന്ന ഇരുവിഭാഗത്തിൽപ്പെട്ട രണ്ട് പ്രമാണിമാരുടെ ശ്രമങ്ങളിൽ പെട്ടുപോകുന്ന ഗോവിന്ദൻകുട്ടി മലയാളം കണ്ട ധീരനും അതേസമയം വ്യക്തിബന്ധങ്ങളുടെ സമ്മർദ്ദത്താൽ നിസ്സഹായനുമായ കഥാപാത്രമാണ്. മതം മാറി അബ്ദുള്ളയായ ഗോവിന്ദൻകുട്ടി വലിയൊരു ചോദ്യമായി ഇപ്പോഴും നിൽക്കുന്നു. ബാപ്പൂട്ടിയുടെയും നബീസുവിൻ്റെയും ദുരന്ത പര്യവസായിയായ കഥ പകർത്തിയ ഓളവും തീരവും ടിയുടെ തന്നെ കഥയുടെ ദൃശ്യാവിഷ്കാരമായിരുന്നു. അതേ വർഷം തന്നെ പുറത്തു വന്ന നിഴലാട്ടം തന്ന ചിത്രം പണക്കാരനായ അച്ഛൻ്റെ മരണശേഷം അതേ പാത പിന്തുടർന്ന് ഉല്ലസിച്ച് ഒടുവിൽ ആരുമില്ലാതെ തെരുവിനെ അഭയം പ്രാപിക്കേണ്ടി വന്ന ഒരുവൻ്റെ കഥയാണ് പറഞ്ഞു വെച്ചത്. കുട്ടിയടത്തിയുടെയും ജാനുവേടത്തിയുടെയും അപ്പുവിൻ്റെയും കഥ പറയുന്ന കുട്ടിയടത്തി ഒരു ക്ഷയിച്ച തറവാടിൻ്റെ അകക്കാഴ്ചകളാണ് ചിത്രീകരിച്ചത്. 1973 പുറത്തിറങ്ങിയ നിർമാല്യം പള്ളിവാളും കാൽച്ചിലമ്പും എന്ന സ്വന്തം കഥ ചലച്ചിത്രമാക്കിയതാണ്. അഷ്ടിക്ക് വകയില്ലാത്ത വെളിച്ചപ്പാടിൻ്റെ കുടുംബ പശ്ചാത്തലം പ്രേക്ഷക മനസ്സിനെ വേദനിപ്പിക്കും വിധം ആവിഷ്കരിച്ച ഈ ചലച്ചിത്രം ചില യാഥാർത്ഥ്യങ്ങളിലേക്കാണ് വെളിച്ചം വീശിയത്. PJ ആന്റണി എന്ന കലാകാരൻ്റെ മികച്ച അഭിനയ മുഹൂർത്തങ്ങൾ സന്നിവേശിപ്പിക്കുവാൻ നിർമാല്യത്തിന് കഴിഞ്ഞു. പിൽക്കാലത്ത് ഒട്ടേറെ വിവാദങ്ങൾ ഈ സിനിമയുടെ പര്യവസാനത്തെക്കുറിച്ച് ഉണ്ടാവുകയും അതിന്നും തുടരുകയും ചെയ്യുന്നു. കഥകളിയുടെ പശ്ചാത്തലത്തിൽ ടി എഴുതിയ തിരക്കഥയായിരുന്നു 1985 പുറത്തിറങ്ങിയ രംഗം.
ഈ ചലച്ചിത്രത്തിലൂടെയാണ് എസ് രമേശൻ നായർ ഗാനരചയിതാവായത്. 1986 പുറത്തിറങ്ങിയ പഞ്ചാഗ്നി മലയാള ചലച്ചിത്ര ലോകത്ത് ഭാവുകപരമായ ചലനങ്ങൾ സൃഷ്ടിച്ചു. നക്സലിസത്തിന്റെ അവസ്ഥാന്തരങ്ങൾ കൃത്യതയോടെ രേഖപ്പെടുത്തുവാൻ ഇതിലൂടെ ടിക്കാവുകയും പിൽക്കാലത്ത് ആരണ്യകം എന്ന സിനിമയിലും ഇതിന്റെ മറ്റൊരു രൂപം പ്രദർശനാത്മകമാവുകയും ചെയ്തു. 86 നക്ഷത്രങ്ങൾ കൗമാര പ്രണയത്തിന്റെ ലോലവും തീഷ്ണവുമായ ഭാവങ്ങളാണ് കാട്ടിത്തന്നത്. ഗുരുവായൂരിൽ നിന്നും ആരംഭിക്കുന്ന തിരക്കഥ പര്യവസാനിക്കുന്നത് റെയിൽപാളത്തിലാണ്. ഇതേ പ്രണയ ജോഡികളെ വെച്ച് പുറത്തിറങ്ങിയ ഋതുഭേദം കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിയമവ്യവഹാരങ്ങളിൽപ്പെട്ട് ജീവിതം ഇല്ലാതായി പോകുന്നതിനെക്കുറിച്ചുള്ള ആകുലതയായിരുന്നു. ടിയുടെ സിനിമാ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു ഏട് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വടക്കൻ വീരഗാഥ. വടക്കൻ പാട്ടിലെ ചതിയൻ ചന്തു എന്ന പ്രയോഗത്തെ വിശ്വാസത്തെ മാറ്റിക്കുറിച്ചു. വാൽമീകി രാമായണം ബാലകാണ്ഡം 9, 10, 11 സർഗങ്ങളിലായും മഹാഭാരതത്തിലെ വനപൂർവം തീർത്ഥയാത്രാ പർവ്വങ്ങളിലെ 110, 111, 112, 13 ഖണ്ഡങ്ങളിലായും പറയപ്പെട്ടിരിക്കുന്ന ഋഷ്യശൃംഗ കഥയാണ് വൈശാലി എന്ന ചലച്ചിത്രത്തിന് ആധാരം. കുറച്ചു മാത്രം സൂചിപ്പിച്ചിരിക്കുന്ന കഥയിൽ ഒട്ടേറെ പഠന നിരീക്ഷണം നടത്തി വലിയ ക്യാൻവാസിൽ ടി തിരക്കഥ ഒരുക്കുകയായിരുന്നു. സംവിധായക പ്രതിഭയായ പരതൻ കൂടി ചേർന്നപ്പോൾ മലയാളത്തിലെ ഏറ്റവും മികച്ച അഭ്രകാവ്യങ്ങളിൽ ഒന്നായി വൈശാലി മാറി. ആലോചനകൾക്കപ്പുറം കടന്നു നിൽക്കുന്ന പ്രതികാരത്തിന്റെ കഥയായിരുന്നു താഴ്വാരം. ഭാര്യയെ കൊന്ന് ആഭരണങ്ങൾ തട്ടിയെടുത്ത് തന്നെ ജയിലിലാക്കി കിഴക്കൻ മലയിലെവിടെയോ ഒളിച്ചു താമസിക്കുന്ന ശത്രുവിനെ തേടിയുള്ള നായകന്റെ അലച്ചിലും ശത്രുവിന്റെ ഉന്മൂലന നാശവും ആണ് താഴ്വാരത്തിന്റെ തിരക്കഥ. തിരക്കഥയുടെ ശക്തി തെളിഞ്ഞു കാണുന്ന ചലച്ചിത്രമാണിത്. പറയിപെറ്റ പന്തിരുകുലത്തിലെ വിഖ്യാതനായ പെരുന്തച്ഛന്റെ കഥ തിരക്കഥയായപ്പോൾ അന്നേ വരെ മലയാളിക്ക് അജ്ഞാതമായിരുന്ന ഒരു ഭാവനാ ലോകത്തേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത്. 91 കടവ് SK പൊറ്റക്കാടിന്റെ കടവ് തോണി എന്ന കഥയെ ആസ്പദമാക്കി ടി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു. പുഴയും കൗമാരക്കാരനായ രാജു എന്ന തോണിക്കാരനും അവരിൽ മുട്ടിട്ട നിശബ്ദ പ്രണയവുമായിരുന്നു ആഖ്യാനം. അവളെ തേടി അവൻ നഗരത്തിലെത്തുമ്പോഴുണ്ടാവുന്ന അനുഭവമാണ് പ്രതിപാദ്യം. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരുവന്റെ ആത്മതാപം പകർത്തിയ സതയം, സ്മാർത്ത വിചാരണയെ പുതിയ കാലത്തിന് പരിചയപ്പെടുത്തിയ പരിണയം, അറേബ്യൻ കഥകളിലെ ദയ, കൗമാരക്കാരിയുടെ കഥ പറഞ്ഞ എന്ന് സ്വന്തം ജാനകിക്കുട്ടിക്ക്, വൃദ്ധദമ്പതികളുടെ ജീവിത സാഫല്യത്തെ കുറിക്കുന്ന ഒരു പുഞ്ചിരി, കുടജാദ്രിയുടെ പശ്ചാത്തലത്തിൽ പഴയ പ്രണയം ഓർമ്മിക്കുന്ന തീർത്ഥാടനം, കേരള ചരിത്രത്തിലെ ഇതിഹാസ ഏടായ പഴശ്ശിരാജ തമ്പുരാന്റെ കഥ പറഞ്ഞ കേരളവർമ്മ പഴശ്ശിരാജ എന്നിങ്ങനെ ടിയുടെ തിരക്കഥാ ജീവിതം നീണ്ടു. നീലത്താമരയുടെ റീമേക്ക്, ഏഴാമത്തെ വരവ്, കഥവീട്, ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ മനോരഥങ്ങൾ എന്നിവയ്ക്കും ടി തൂലിക ചലിപ്പിച്ചു. മലയാള സാഹിത്യത്തിലെന്നല്ല മലയാള സിനിമയിലും ടി എന്നും അവിഭാജ്യ ഘടകമായിരുന്നു. മൂല്യമുള്ള തിരക്കഥാകൃത്ത്, സംവിധായകൻ, സിനിമയെക്കുറിച്ച് ആധികാരികമായി സംവേദന ചെയ്യുവാൻ കഴിവുള്ള പ്രതിഭ എന്നിങ്ങനെയുള്ള വിശേഷണങ്ങൾ ടിക്ക് സ്വന്തം. മലയാളി ഒരിക്കലും മറക്കാത്ത ആറ്റിയും കുറിക്കുകയുമുള്ള പഞ്ച് ഡയലോഗുകളുടെ സൃഷ്ടാവാണ് ടി. അകൃത്രിമ സുന്ദരമായ ഭാഷയുടെ വശ്യവചസ്സായ പ്രയോഗങ്ങൾ ആ തൂലികയ്ക്കെന്നും അഹരമായിരുന്നു. അഭിനയിക്കുന്ന നടൻ നടി തന്നെ മറന്നുപോകുന്ന തരം രംഗവിധാനമുള്ളതാണ് ആ തിരക്കഥ. ഒരിക്കൽ ടി തിരക്കഥയെക്കുറിച്ച് ഇങ്ങനെ നിരീക്ഷിക്കുകയുണ്ടായി. പ്രകടവും അമൂർത്തവുമായ ചലനം, അദൃശ്യമെങ്കിലും സംവേദനക്ഷമമായ മാനസിക ചലനം, വാക്ക്, ശബ്ദം, നിശബ്ദത, സംഗീതം, പ്രേക്ഷകന് സ്വന്തം മനസ്സിന്റെ അറയിൽ വെച്ച് സൃഷ്ടി നടത്താൻ വിടുന്ന വിടവുകൾ എന്നീ ഘടകങ്ങൾ വെച്ചാണ് സ്ക്രീൻ പ്ലേ രചയിതാവ് സ്വന്തം മീഡിയത്തിലേക്ക് കഥ പകർത്തുന്നത്. ജീവനില്ലാത്ത വിരസമായ സംഭാഷണങ്ങൾക്കപ്പുറം ചൈതന്യവത്തായ അർത്ഥഗർഭമായ അക്ഷരനൃത്തമായിരുന്നു അത്. തിരക്കഥയെന്നാൽ വെറുമൊരു ജോലി മാത്രമല്ല, അത് മനസ്സിന്റെ കലാപരമായ ആവിഷ്കാരമാണെന്ന് മലയാളികളെ ബോധ്യപ്പെടുത്തിയ മഹാപ്രതിഭയായിരുന്നു ടി.